അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, നിലവിൽ ചില സാങ്കേതിക പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില പ്രാഥമിക സംശയങ്ങൾ മാത്രം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് തെളിഞ്ഞു കാണുന്നതും ടേക്ക് ഓഫിന് ശേഷം കാണുന്നതൊക്കെ അത്തരം സംശയങ്ങളെ ബലപ്പെടുത്തുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ ഏവിയേഷൻ എക്സ്പേർട്സ് അവർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്, അതായത് ഈ ടേക്ക് ഓഫ് ചെയ്ത ഈ വിമാനം 625 അടി ഉയരം മാത്രമേ ഈ വിമാനത്തിന് കൈവരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. 625 അടി ഉയരത്തിൽ വച്ചാണ് ATC അവസാനമായി ബന്ധം വിമാനം നിലനിർത്തുന്നത്. അതിനുശേഷം ATC ബന്ധം നഷ്ടപ്പെടുകയും വിമാനം തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായി ഇത്തരത്തിൽ ഈ സാങ്കേതിക തകരാറ് മൂലമാണോ ഇത്തരത്തിൽ ഈ വിമാനത്തിന് ഉയർന്നു പൊങ്ങാൻ സാധിക്കാത്തത് എന്നതാണ് നിലവിൽ ഉയരുന്ന സംശയങ്ങൾ. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉടനടി തന്നെ ഈ വേഗത കൈവരിച്ചുകൊണ്ട് വിമാനം സാധാരണഗതിയിൽ ഈ ഉയർന്ന് ഫീറ്റ് കൂടുതൽ കൈവരിച്ച് പൊങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഈ വിമാനത്തിന് അത്തരമൊരു ഉയർച്ച അല്ലെങ്കിൽ ഉയർന്ന് പൊങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് ആണ് വിമാനത്തിന്റെ യാത്രാഗതി മാറിയത്. മറിച്ച് വിമാനം താഴ്ന്നു പറക്കുകയും ഈ മേഖല, അതായത് പ്രത്യേകിച്ച് ഈ വിമാനത്താവളത്തിനോട് ചേർന്ന് തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ജനവാസ മേഖല കൂടിയായിരുന്നു. അപ്പോൾ ആ ഉയരം കൈവരിക്കാൻ കഴിയാതെ വിമാനം താഴ്ന്നു പറക്കുകയും ഈ 625 അടി അതിലായിരുന്നു വിമാനത്തിന് ATC ബന്ധമുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വിമാനം പരിസരത്തെ ഡോക്ടർമാരുടെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുകയുമാണ് ചെയ്തത്. അതായത് വിമാനത്തിന്റെ ഈ വാൽ ഭാഗം എന്നറിയപ്പെടുന്ന ആ ഒരു പോർഷൻ, അത് പൂർണ്ണമായും ആ ലാൻഡിംഗ് പുറകിലത്തെ ലാൻഡിംഗ് ഗിയറും ഉൾപ്പെടെ ഈ ഹോസ്റ്റലിൽ ഇപ്പോഴും അതിന്റെ ഭാഗങ്ങൾ ആ ഹോസ്റ്റലിൽ ഇരിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ആ വാൽ ഭാഗവും പുറകിലത്തെ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം ബാക്കി വിമാനത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായി കത്തി നശിക്കുകയാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ആ വലിയൊരു ശബ്ദത്തോടുകൂടി ആ പ്രദേശത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ വിമാനം അവിടേക്ക് ഇടിച്ചിറങ്ങുന്നതും കത്തിച്ചാരമാകുന്നതും. അവിടുത്തെ ജനങ്ങൾ അവിടേക്ക് ഓടി വരുമ്പോൾ അവർ കാണുന്നത് ഈ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളാണ്. ഒപ്പം തന്നെ ഈ ഹോസ്റ്റലിലേക്ക് തീ പടരുകയും ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആ ചിത്രങ്ങൾ നിന്ന് കൃത്യമായി അത് വ്യക്തമാകുന്നതാണ് ആ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതായത് ഈ സമീപത്തെ പ്രദേശവാസികളെ ഈ അപകടം ബാധിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ നിമിഷത്തിൽ വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ ദൌത്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ആർമി കൂടി ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമി കൂടി ചേർന്നുകൊണ്ടാണ് ഈ ദൌത്യത്തിന്റെ ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇതിനോടകം NDRF-ഉം CISF-ഉം അവിടുത്തെ പോലീസ് ഉൾപ്പെടെ ഈ ദൌത്യത്തിന്റെ ഭാഗമായിരുന്നു. 200ഓളം ഫയർ എഞ്ചിനുകൾ ഇതുമായി ബന്ധപ്പെട്ട അവിടെ രക്ഷാപ്രവർത്തന ദൌത്യത്തിന്റെ ഭാഗമായിരുന്നു. എന്തായാലും അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി കൂടി ഇതിന്റെ ഒരു ഭാഗമായി എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ആശങ്കകൾ നിലനിൽക്കുന്നു. ഒപ്പം ഈ വിമാനവുമായി ബന്ധപ്പെട്ട 6 മാസം മുൻപ് ഒരു സാങ്കേതിക തകരാർ ഈ വിമാനത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതായുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് സ്വാഭാവികമായും ഈ അപകടവുമായി കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. കാരണം ഒരു സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും അടുത്ത വിമാനം യാത്ര പുറപ്പെടുക. പരിഹരിക്കാൻ കഴിയാത്ത സാങ്കേതിക തകരാറാണെങ്കിൽ വിമാന യാത്രാ യോഗ്യമല്ലാത്ത രീതിയിൽ പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സാങ്കേതിക തകരാർ ഒരു പക്ഷേ പരിഹരിച്ചിരിക്കണം. പരിഹരിച്ചാൽ മാത്രമേ ആ വിമാനത്തിന് തുടർന്നും ഇത്തരത്തിൽ യാത്രകൾ നടത്താനായി കഴിയുകയുള്ളൂ. എന്തായാലും ഒരു പൂർവ്വകാല റിപ്പോർട്ട്, അതായത് ഈ വിമാനത്തിന് 6 മാസം മുൻപ് ഒരു സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ പ്രതികൂല കാലാവസ്ഥ നിലവിൽ ഈ വിമാനത്താവളത്തിന്റെ പരിസരത്തുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിവേഗതയിൽ വീശുന്ന കാറ്റോ അല്ലെങ്കിൽ ദൃശ്യപരിധി മങ്ങുന്ന തരത്തിലേക്ക് ഈ പൊടിപടലങ്ങളോ മൂടൽമഞ്ഞോ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതിക തകരാറാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ ഒരു വിദഗ്ധ സംഘത്തെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ സാധാരണഗതിയിൽ വിമാന അപകടങ്ങൾ അന്വേഷിക്കുന്ന DG സംഘമാണ് ഇതിന്റെ ദൌത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവരെന്തായാലും ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായ പരിശോധനകൾ നടത്തി ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ വിമാനത്തിന് എന്താണ് ഉണ്ടായത്, ഏത് സാഹചര്യമാണ് ഈ അപകടത്തിലേക്ക്
നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ട് പൈലറ്റുമാരും, ഈ വിമാനം നയിച്ച രണ്ട് പൈലറ്റുമാരും പരിചയസമ്പന്നരായ പൈലറ്റുമാരെന്നാണ് എയർ ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ പ്രശ്നമാണോ ഇനി ഈ അപകടത്തിലേക്ക് നയിച്ചത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാൻഡിംഗ് ഗിയർ, വിമാനം പറന്നു പൊങ്ങിയതിന് ശേഷവും ലാൻഡിംഗ് ഗിയർ അത് പ്രവർത്തനത്തിലായിരുന്നു. അതായത് അടിയന്തര സാഹചര്യത്തിൽ ആ വിമാനം അടുത്ത് ഇറങ്ങുവാൻ, ലാൻഡ് ചെയ്യാനുള്ള തരത്തിൽ തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ്. പക്ഷെ അതൊരു ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ളൊരു ഒരു പ്രദേശം ലഭിക്കാതെ പോയതുകൊണ്ടാണ് അതൊരു ഹോസ്റ്റലിലേക്ക്, ഡോക്ടർമാരുടെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക ഇത് ജനവാസ മേഖലയിൽ നിന്ന് മാറി ഈ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ഒരു പ്രദേശം കണ്ടെത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ പറന്നു പൊങ്ങിയ വിമാനം തൊട്ടടുത്ത നിമിഷം അതിന് ആ നിയന്ത്രണങ്ങൾ നഷ്ടമായിക്കൊണ്ട് ആ വിമാനം നിലംപതിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം പരിശോധിക്കാനോ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താനോ ഉള്ള സമയമൊന്നും ലഭിക്കാത്ത തരത്തിലേക്ക് അതിവേഗത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി ഇത് അറിയേണ്ടത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം അത് പ്രതികൂല കാലാവസ്ഥയാണോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ നിമിഷത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നു. നിലവിൽ 128 മരണം ഈ അപകടത്തിൽ ഉണ്ടായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും വ്യോമയാന മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരോടും അഹമ്മദാബാദിലേക്ക് പുറപ്പെടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു നടുക്കം, ഈ അപകടത്തിൽ ഒരു നടുക്കം കൂടി പ്രധാനമന്ത്രി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള കേന്ദ്ര സഹായങ്ങൾ, അടിയന്തര സഹായങ്ങൾ ഈ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് വിമാനം ഇടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അത്തരം ചില ആശങ്കകൾ കൂടി ഈ അപകടത്തിന് പിന്നാലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രജിൻ.